ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അമ്പലത്തിൽ പോകുന്ന മിനി വ്ളോഗാണ് കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും റെഡിയായി, വണ്ടി കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും അവരവരുടെ സീറ്റിൽ സെറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ലാസ്റ്റ് സീറ്റിലിരിക്കണം പണ്ട് മോഹമായിട്ട് എല്ലാവരും കൂടി ലാസ്റ്റ് സീറ്റിൽ തട്ടിക്കൂട്ടി കയറി അവസാനം എന്തിനാ ലാസ്റ്റ് സീറ്റ് ഇരുന്നു എന്നുള്ള അവസ്ഥയായി ഗൈസ്. അപ്പോൾ ഞാൻ അത് പിന്നെ പറഞ്ഞുതരാം എന്തൊക്കെ ആയിരുന്നത്. അതിന് ശേഷം നമ്മളങ്ങനെ കുറച്ച് ദൂരം പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു, സങ്കടമായി, സന്തോഷമായി എന്നൊക്കെ പറയാം. അതായത് ഞാൻ +1 +2 പഠിച്ച സ്കൂളാണിത്. കോഴിപ്പാറയിലാണ് ഞാൻ പഠിച്ചത്. ഒരുപാട് മെമ്മറീസും ഒരുപാട് ഫ്രണ്ട്ഷിപ്പും ഇതുവരെ അത്രയും മെമ്മറീസ് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണത്. അതിനുശേഷം ഞങ്ങൾ പോകുന്ന വഴി ഫുള്ള് ബ്ലോക്ക് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. രാവിലെ ഒരു 9:00 അത്യാവശ്യം ആ ടൈം തന്നെ ആയിട്ടുള്ളൂ. അതും തന്നെ അത്യാവശ്യം എല്ലാവിടെയും ബ്ലോക്ക്. തമിഴ്നാട്, അതായത് വേലന്തവള റൂട്ട് വഴിയാണ് പോയത്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുന്ന സമയത്ത് ഞങ്ങൾ ട്രെയിൻ പാലമൊക്കെ കണ്ട് ട്രെയിനൊക്കെ വരികയായിരുന്നു ഗൈസ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ട്രെയിനൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് കാണിച്ചു തരുമല്ലോ, അതുപോലെ. അതിനുശേഷം ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ അമ്പലത്തിൽ പോയിട്ട് പൂജസാരം വാങ്ങാൻ നിന്ന് പിന്നെ അവിടെ തിരക്കാവുന്നുള്ളത് അവസ്ഥയ്ക്ക് എല്ലാവരും കൂടിയിട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു കടയിൽ കയറിയിട്ട് അവരവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നേരം വണ്ടിയിൽ നിന്ന് മടുത്തപ്പോൾ ശരി പുറത്തുനിന്ന് ഒന്ന് ഇറങ്ങിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വരാൻ വേണ്ടി ഞാൻ പുറത്ത് പോയി. അതിന് ശേഷം തിരിച്ചെല്ലാവരും കൂടി കയറി വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് അമ്പലത്തിൽ വന്നിട്ട് അയ്യങ്കോവിൽ എന്നറിയപ്പെടും. തമിഴ്നാട്ടിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ദൈവവും അമ്പലവും തന്നെയാണെന്ന് സത്യത്തിൽ പറയാം. അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞു വെച്ചാൽ അവിടെ പോയത് തന്നെ. ഫസ്റ്റ് ഫുൾ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചു ആക്ച്വലി. പക്ഷേ തിരക്കൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും തൊഴുതി ഉള്ളിലോട്ട് എല്ലാവരും വന്ന ശേഷം പുറത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരം കളിച്ച് ചിരിച്ച് സംസാരിച്ചിട്ട് പിന്നെ പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്നത് കണ്ടു. ഇപ്പോൾ കുട്ടികൾ കണ്ട പിന്നെ അടിയാണല്ലോ. അപ്പോൾ ചേട്ടൻ്റെ കുട്ടികൾ, ചേച്ചിൻ്റെ കുട്ടികൾ എല്ലാവരും അത് വേണം ഇത് വേണം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെ വാങ്ങിച്ച് കുഞ്ഞൊക്കെ ഒരു ലോഡ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൈ വെച്ചിട്ട് നടക്കേണ്ട കേസ്. അതിന് ശേഷം ഞങ്ങൾ അവിടെ പോയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റേ കഴിച്ചത്. അപ്പോൾ ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അതിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് അടുത്ത് ഞങ്ങൾ മരുതമലയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തിരിച്ചു പോകുമ്പോഴും ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം കാലത്ത് 9 മണിക്ക് അത്യാവശ്യം നല്ല ബ്ലോക്ക്, പിന്നെ ഇതിന് ശേഷം വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ അങ്ങനെ മൂശി ലാസ്റ്റ് സീറ്റിലേക്ക് വന്നപ്പോൾ കുറേ നേരം ഞങ്ങളുടെ കൂടെ കളിച്ചു. ഞങ്ങൾ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു സത്യത്തിൽ പറഞ്ഞാൽ. അതിനുശേഷം അത്യാവശ്യം കോയമ്പത്തൂർ സെൻറ്റർ എത്താറാവുന്ന സമയത്ത് നല്ല മഴ അങ്ങോട്ട് വന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ച് ലാസ്റ്റ് സീറ്റിൽ ഫുൾ ഓഫ് കളിയും ഓരോ കാര്യങ്ങളായിരുന്നു. പിന്നീട് ശരിക്കും നല്ല തിരക്ക് എല്ലാ ഭാഗത്തും. ഞങ്ങളിതെന്താണ് ഇവിടെ ഇങ്ങനെ തിരക്ക്, എന്തെങ്കിലും ഇനാഗ്രേഷനോ എന്തെങ്കിലും സംഭവം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു. അത്യാവശ്യം അവിടെ മൊത്തത്തിൽ തിരക്ക്. പിന്നെയാണ് ഓർമ്മ വന്നത് ആക്ച്വലി ദീപാവലി ആയി. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സൺഡേ ആണ് ഫുഡ്. അപ്പോൾ നല്ല ബ്ലോക്കും തിരക്കും എല്ലാം കൂടി മിക്സഡ് വേ ആണ് പോലും. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ അങ്ങനെ പറയും. അതിന് ശേഷം ഞങ്ങൾ ആ ഒരു തിരക്കിൻ്റെ വേ അങ്ങോട്ട് വിട്ടു. അതിനുശേഷം ഞങ്ങൾ മരുതമല എത്താറായി. ഇപ്പോൾ ഇങ്ങനെ അടുത്തെത്താറായി. ഞാനിത് സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത്. ഓൾറെഡി ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചെറുപ്പത്തിലായതുകൊണ്ട് എനിക്കൊന്നും അത്ര കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടി കാര്യങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും ഇറങ്ങിയിട്ട് ഫുള്ള് നടന്നു വരുന്നു. നന്ദിനി ചേച്ചിക്ക് ഇടതും വലുതുമായിട്ടുള്ള 2 കൈകൾ പോലെയാണ് 2 കുട്ടികൾ അപ്പുറം എപ്പോഴും ഉണ്ടാവും ഗൈസ് കൂടെ. നമ്മൾ അമ്മനെ വിട്ടിട്ട് വരില്ലാത്തുള്ളത്. അങ്ങനെ ഇവിടെ ഫുള്ള് നൊസ്റ്റ് ഓടിക്കണ പോലെ കുറേ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. ആക്ച്വലി ഞാൻ ഈ സ്റ്റെപ്പ് കയറുന്നതൊന്നും എനിക്ക് ചെറുപ്പത്തിൽ ഓർമ്മയില്ല. ഇപ്പോൾ വന്ന ശേഷമാണ് സത്യം പറഞ്ഞു വെച്ചാൽ എനിക്ക് അത്രയും വയ്യ സത്യം പറയും. പഴനിയിൽ പോലും ഇത്ര സ്റ്റെപ്പുകളും ഇത്രയും റിസ്ക് ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് കയറണ പോലെ. എനിക്ക് അച്ഛനെയൊക്കെ പേടിയുണ്ടായിരുന്നു, കാരണം അച്ഛൻ്റെ കാലിൽ ഓപ്പറേഷൻ കഴിഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ അച്ഛനടുത്ത് ബസ്സിൽ പോകാൻ പറഞ്ഞു, പക്ഷേ അച്ഛൻ ബസ്സിൽ പോയില്ല. അപ്പോൾ ഞങ്ങളൊക്കെ കൂടി സ്റ്റെപ്പ് തന്നെ കയറി വന്നു. മൂശിയടക്കം തനിച്ച് സ്റ്റെപ്പ് കയറി ഗൈസ്. അതാണ് അതിൻ്റെയും വലിയ കാര്യം എന്ന് പറയുന്നത് സത്യത്തിൽ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയായി. സ്റ്റെപ്പ് കയറിയപ്പോൾ വളരെയധികം സന്തോഷമായി. എത്ര 800 സ്റ്റെപ്പാണ് സംതിങ് ലൈക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും, അതായത് കുറച്ച് പേരായിട്ടാണ് വന്നത്. പകുതി പേര് വെളിയിൽ, പകുതി പേര് ഉള്ളിൽ, പകുതി പേര് അവിടെ പെട്ടു, അങ്ങനത്തെ ഉള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നവരൊക്കെ പോയിട്ട് ദൈവത്തിനെ കണ്ടിട്ട് ലൈൻ നിൽക്കണമല്ലോ, അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുതി പുറത്തിറങ്ങി. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും അവർ വരുന്നവരെന്തായാലും വെയിറ്റ് ചെയ്ത് മിണ്ടാതിരിക്കില്ലേ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പുറത്ത് വന്നിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു ഗൈസ്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് മുകളിലത്തെ വ്യൂ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. താഴത്തേക്ക് നല്ല
കുത്തനെയായിട്ട് ഉള്ളൊരു സ്ഥലമാണെന്ന് സത്യത്തിൽ പറയാം. പിന്നെ അതിനുശേഷം ബാക്കിയുള്ളവരും കൂടി വന്നു ഗൈസ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പുറത്ത്, അതായത് വെളിയിലേക്ക് വരുന്ന സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ വന്നു. അവിടെ വന്നിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നപ്പോൾ തന്നെ പിന്നെ അടുത്തതായി അത് വേണം ഇത് വേണം, അവിടെ ഈ ചോറ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അനു എൻ്റെ കൂടെ തിരിച്ചിറങ്ങി വരികയാണ്. അപ്പോൾ കുഞ്ഞുവിന് ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ വന്നു സത്യത്തിൽ. അവളെ തിരിച്ചു പോകുമ്പോൾ ബസ്സിൽ കുട്ടിയിട്ട് പോകാണ്ട് അവൾ വീണ്ടും നടത്തിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ സങ്കടമൊക്കെ ഉണ്ട്. കുഴപ്പമില്ല പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറേ സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഒപ്പിച്ച് കൊടുത്തു. അതിൻ്റെ കളിയാണ് ഇവിടെ കാണുന്നത് ഗൈസ്. അങ്ങനെ ഇവനെയൊക്കെ അറുക്കി പെറുക്കി എല്ലാവരും കൂടി നടത്തിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നന്ദിനി ചേച്ചിൻ്റെ ഓരോ കാര്യങ്ങൾ, എല്ലാവരും ഓരോ ലീലവിലാസങ്ങൾ കാണിക്കും. എന്തും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, ഞങ്ങൾ നന്നാവില്ല ഗൈസ്, ഞങ്ങൾ നന്നാവില്ല. അപ്പോൾ കുഞ്ഞിനെ ഞാൻ ചോദിക്കണം, അപ്പോൾ കുഞ്ഞിനും അങ്ങ് മതിയായിട്ട് നടക്കാൻ വയ്യാത്ത കുട്ടികൾ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് അവനെ കുറച്ച് പുഷപ്പൊക്കെ ചെയ്ത് അങ്ങനെ നടത്തിപ്പിക്കുകയാണ്. ചെയ്യാൻ പറ്റും വാ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം ഒരു ഐസ്ക്രീം കട കണ്ടപ്പോൾ പിന്നെ അവിടെ കയറി ഐസ്ക്രീം വെച്ചു. അപ്പം മൂഷി നല്ല എരിവുള്ള മാങ്ങാച്ചാർ വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുക. അവൾക്കത് മാത്രം മതി പറഞ്ഞു. നല്ല കുട്ടി ആയിക്കോട്ടെ. പിന്നെ അവിടെ ബൊമ്മകൾ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. എന്ത് കണ്ടാലും വാങ്ങാൻ തോന്നും. പിന്നെ മിണ്ടാതിരിക്കാണ് അത്രയും നല്ലതെന്നുള്ളത് തോന്നിയതുകൊണ്ട് മിണ്ടാതിരുന്നു. അതിനുശേഷം ഞങ്ങൾ വണ്ടി വന്നു. അപ്പോൾ എല്ലാവരും കൂടി വണ്ടിയിലോട്ട് കയറി ഗൈസ്. അപ്പോൾ പിന്നെ വണ്ടി എടുത്തു. അടുത്ത് നമ്മൾ പോകുന്നത് ഇഷയ്ക്കാണ്. അപ്പോൾ ഇഷയിൽ വന്നിട്ട് നൈറ്റ് അധികം പോയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇതുവരെ ലൈറ്റ് സെറ്റിങ്സ് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്താവും എന്നുള്ളൊരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ എത്തി, ഒരു 6:30 ആകുമ്പോഴേക്കൊക്കെ എത്തി. നല്ല ഇതുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് വേറൊരു പണി കിട്ടിയത് മഴ വരാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ വട്ടം ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ പോകേണ്ട പറഞ്ഞിട്ട് പകുതി ഒരു ഉള്ളിൽ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായിരിക്കുക അവർ വരുമ്പോഴേക്കും പറഞ്ഞിട്ട്. അങ്ങനെ മഴ കുറച്ച് കുറഞ്ഞപ്പോൾ അവർ ലൈറ്റ് സെറ്റിങ്സ് ഇടാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ്. ഈസയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ ലൈറ്റ് സെറ്റിങ്സ് കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾക്കുള്ളൊരു, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് കണ്ടുപിടിച്ചു ഗൈസ്. അപ്പോൾ അതിനുശേഷം ലൈറ്റ് ഷോ അവിടെ സ്റ്റാർട്ടിങ് ആയി. അപ്പോൾ അത്യാവശ്യം എല്ലായിടത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓഫാക്കിയിട്ട് ആ ശിവൻ്റെ വിഗ്രഹം മാത്രം ഇങ്ങനെ തിളങ്ങുന്നതും അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്ലാഷ് കാര്യങ്ങൾ അത് മാത്രമേ അവിടെ കാണുന്നുള്ളൂ. സത്യത്തിൽ പറയുമ്പോൾ വെച്ചാൽ നമുക്കത് കാണാൻ പറ്റിയതിൽ സത്യം നല്ല എന്താ പറയുന്നത്, വളരെ സന്തോഷമുണ്ട്, വളരെ ഭാഗ്യമുണ്ട്. കാരണം നമ്മൾ ഓരോ വർഷങ്ങൾ പോകുന്ന സമയത്ത് നമുക്കതിനുള്ള ചാൻസ് കിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം അത് കിട്ടിയതിൻ്റെ വളരെ ശരിക്കും താങ്ക് ഗോഡ് തന്നെ പറ്റും. അതിനുശേഷം അവിടെ ഒരു കഴിഞ്ഞു, അതായത് ഒരു 20 മിനിറ്റോളം തന്നെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം മഴക്കാറും അത്യാവശ്യം തുടങ്ങിയതുകൊണ്ട് അപ്പോൾ എല്ലാവരും കഴിഞ്ഞതും തന്നെ വേഗം എവിടെ നിന്നില്ല പോകാൻ നോക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനുശ്രീയുടെ കരച്ചിലാണ് ഗൈസ്. അതായത് അവൾക്കൊരു സാധനം വാങ്ങിച്ചു കൊടുത്തില്ല, അതിൻ്റെ പേരിൽ എൻ്റെ പൊന്നോ ഒരു 1.5 ദിവസം ആക്കിയവൾ ആ ദിവസം. പിന്നെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ തന്നെ, അത്യാവശ്യം നല്ല വേ ഓഫ് ബ്ലോക്കിംഗ് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ നിന്ന് തന്നെ നമ്മൾ പോകാൻ തന്നെ ഒരു അരമണിക്കൂറിന് മുകളിലായി. ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഒരുപാട് വണ്ടികൾ കാര്യങ്ങൾ, കാരണം അറ്റ് എ ടൈം എല്ലാവരും കൂടി ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വണ്ടിയിൽ രാത്രിയുള്ള ലൈറ്റ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമുക്കിനി അത്യാവശ്യം വീടത്തെ സമയമാവും. അപ്പോൾ ഫുഡ് കഴിക്കണം എന്നുള്ളൊരു മട്ടിൽ നമുക്കൊരു ഹോട്ടലെത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. അവിടെ എത്തിയിട്ടും അനുശ്രീ കരച്ചിലൊന്നും നിർത്തിയിട്ടില്ല. അവൾക്കുള്ള ഫേവറേറ്റ് ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്നുള്ള അവസ്ഥയിൽ വിളിച്ചിട്ട് പോയതാണ്. പക്ഷെ അവിടെ പോയിട്ടും പിസ്സ വേണം പറഞ്ഞിട്ട് ചോദിച്ചു ഗൈസ്. അപ്പോൾ പിസ്സ കുട്ടിക്ക് കിട്ടിയില്ല. പക്ഷെ എന്നാലും മെനു കാർഡിനെടുത്ത് ഫുള്ളായി നോക്കി പിസ്സ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ആക്ച്വലി അവിടെ പിസ്സ ഇല്ല. അപ്പോൾ ഇനി ഞാൻ ഫ്രൈഡ് റൈസാണ് കഴിച്ചത് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. ഇവരൊക്കെ ബിരിയാണി, ദോശ, പൊറോട്ട അങ്ങനെ എന്തൊക്കെയൊക്കെ കഴിച്ചു. എന്നിട്ട് ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം എടുത്തു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബദാമിൻ്റെ നട്ട്സുകൾ കാര്യങ്ങളൊക്കെ. അങ്ങനെ ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല വൈബായിരുന്നു. രാത്രി പാട്ട് വൈബ്, നൈറ്റ് റൈഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരു കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഒരു 2 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ട് ഒരു ബേക്കറി എത്തി. അതായത് അവിടെ ഒന്നും വാങ്ങിയത് പോരാന്ന്, ഇവർക്ക് ഇവിടെ തന്നെ വന്ന് വാങ്ങണം പറഞ്ഞിട്ട് ഞങ്ങളവിടെ കുറച്ച് ദൂരമുള്ള ഒരു ബേക്കറിയിൽ നിർത്തി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ വീടെത്തി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ, സി യു.